ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലാഡിയോലേൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിന്. അതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്, കളർ സെലക്ഷൻ ഇല്ലാതെ കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. 4 കളർ നമ്മൾ 199 രൂപയ്ക്കാണ് കേട്ടോ തരുന്നത്. പ്ലസ് സി സിയും കൂടെ വരുവേ. സി സി എന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് ആട്ടോ. ഇപ്പോൾ 2-3 പേര് നമ്മളോട് അങ്ങനെ ചോദിച്ചു എന്താ ഈ സി സി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ്ട്രാ കൊറിയർ ചാർജും കൂടെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കളർ സെലക്ഷൻ ഇല്ലാതെയാണ് കേട്ടോ അയക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ കളറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി 4 കളറുകൾ നോക്കി നമ്മൾ അയക്കുന്നതാണ് കേട്ടോ. 4 കളർ തന്നെയായിരിക്കും. നമ്മൾ DTDC വഴിയാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ പ്ലാന്റ്സ് അയക്കുക. കുറഞ്ഞ ആൾക്കാർക്ക് കൂടെ നമ്മൾ ഡാലിഗേൻ്റെ കോംബോ അയക്കാനുണ്ട് കേട്ടോ. അതും നമ്മൾ തിങ്കൾ ചൊവ്വയും കൊണ്ട് അയച്ച് തീർക്കുന്നതാണേ. ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് അയക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 കളറായിരിക്കും കേട്ടോ കിട്ടും. കൊറിയർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മണ്ണ്, അതുപോലെ മണൽ, പിന്നെ ചകിരിച്ചോറ്, ഇത് 3 കൂടെ മിക്സ് ആക്കിയിട്ട് നട്ട് വെക്കുക. വേറെ വളങ്ങളൊന്നും ഇപ്പം ചേർക്കണ്ട. നിങ്ങളുടെ മണ്ണിലേക്കൊന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ നല്ലോണം നനവുണ്ടാവണം. ഒറ്റ കാരണവശാലും നനവില്ലാതെ നിൽക്കാൻ പാടില്ല. അത്യാവശ്യം തണുപ്പൊക്കെ വേണ്ടതാണ് ഈ ചെടിക്ക്. നിങ്ങളുടെ മണ്ണായിട്ട് സെറ്റായി അതുപോലെ പിടിച്ചു എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇത് വെയിലത്തോട്ട് എടുത്ത് വെക്കാം. അപ്പം വെയിലും വേണം, അതുപോലെ തന്നെ ചോട്ടിൽ നല്ല നനവും വേണം. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കവറിലൊക്കെയാണ് നടുന്നതെങ്കിൽ ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് പറിച്ച് ഇതിൻ്റെ കിഴങ്ങ് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നിലത്താണ് നടുന്നതെങ്കിൽ അങ്ങനെയൊന്നും വേണമെന്ന് തോന്നുന്നില്ല. കാരണം നിലത്ത് നമ്മളിവിടെ നാട്ടിൽ പലരും നിലത്ത് നട്ടു വെച്ചിട്ട് ഇത് വർഷം ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി തൈകളുണ്ടായി പൂക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിലത്ത് നടാൻ പറയണത്. ഇനി കവറിലാണ് നിങ്ങൾ നട്ടു വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ കിഴങ്ങെടുത്ത് മാറ്റി അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും പുതിയ തൈകളാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊരു സീസണൽ ഫ്ലവർ പ്ലാന്റ് ആണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.